യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നെ സാധാരണക്കാരായിരുന്നു. മുക്കുവന്മാർ, ആശാരിമാർ, കൽപ്പണിക്കാർ തുടങ്ങിയവർ. എന്നാൽ ഇവർ പിന്നീട് എങ്ങനെ ഒരു ക്രിസ്ത്യൻ സഭ ആരംഭിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു, അല്ലേ? അവർക്ക് അതിനുള്ള ശക്തി എങ്ങനെ ഉണ്ടായി? എവിടെ നിന്ന് കിട്ടി? അതിനുള്ള ഉത്തരമാണ് പെന്തിക്കോസ്ത്. പരിശുദ്ധാത്മാവ് തീനാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ സാധാരണക്കാരെ അസാധാരണക്കാരായി ശാക്തീകരിച്ച കഥ. നമുക്ക് ആ കഥയിലേക്ക് പോകാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം നഗരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ ഒരു വലിയ പെരുന്നാളിനായി അവിടെ എത്തിയിരുന്നു. എന്നാൽ ആ ദിവസം ചരിത്രം മാറ്റിമറിക്കുന്ന ഒന്ന് സംഭവിക്കാൻ പോകുകയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു മാളികമുറിയിൽ ഭയന്നും ആശങ്കയിലും കാത്തിരുന്ന ഒരു സംഘം ആളുകൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തെ മാറ്റുന്ന ശക്തി സ്വീകരിക്കാനിരിക്കുകയായിരുന്നു. കാറ്റ് പോലൊരു ശബ്ദം, അഗ്നിനാവുകൾ, അത്ഭുതകരമായ ഭാഷകൾ. അതായിരുന്നു പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് ആദ്യമൊരു ക്രിസ്തീയ ആഘോഷമല്ലായിരുന്നു. അത് യഹൂദരുടെ പ്രധാന പെരുന്നാളുകളിൽ ഒന്നായിരുന്നു. ശവുവോത്ത് എന്നറിയപ്പെട്ടിരുന്ന ഈ പെരുന്നാൾ അവരുടെ കൊയ്ത്തുത്സവമായിരുന്നു. ഈസ്റ്ററിന് ശേഷം 50-ാം ദിനമാണ് അത്ഭുതകരമായ ഈ സംഭവം നടന്നത്. അതുകൊണ്ടാണ് ഇത് ഗ്രീക്ക് ഭാഷയിൽ 50-ാം ദിവസം എന്നർത്ഥമുള്ള പെന്തക്കോസ് എന്നറിയപ്പെട്ടത്. അന്നേ ദിവസം പെരുന്നാളിനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ യെരുശലേമിലേക്ക് തീർത്ഥാടനമായി എത്തും. നഗരവീഥികൾ ജനങ്ങളാൽ നിറയും. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ജനങ്ങൾ. എന്നാൽ ദൈവം ആ ദിനത്തിനായി ഒരുക്കിയിരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ സ്വർഗാരോഹണം ചെയ്തു. പോകുന്നതിന് മുമ്പ് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കും. പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. എന്നാൽ ശിഷ്യന്മാർ ഇപ്പോഴും ഭയത്തിലായിരുന്നു. യേശുവിനെ ക്രൂശിച്ച അതേ നഗരത്തിൽ അവർ ഒളിഞ്ഞിരുന്നു. അവർക്ക് ഭാവിയെപ്പറ്റി വലിയ ആശങ്കയായിരുന്നു. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാലും അവർ കാത്തിരുന്നു, ഒരുമയോടെ, പ്രാർത്ഥനയോടെ. ആ ദിവസം രാവിലെ പെട്ടെന്ന് ഒരു ഇടിമുഴക്കവും ശക്തമായ കാറ്റ് വീശുന്ന പോലെ ഒരു ശബ്ദവും ആ വീട് മുഴുവൻ നിറഞ്ഞു. അത് സാധാരണ കാറ്റല്ലായിരുന്നു, സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക സാന്നിധ്യം. ശിഷ്യന്മാർ ഭയത്തോടും അത്ഭുതത്തോടും കൂടി ചുറ്റും നോക്കി. പിന്നെ അവർ കണ്ടത് അഗ്നിനാവുകൾ പോലെയുള്ളത് ഓരോരുത്തരുടെയും മേൽ വന്നു നിന്നു. ആ നിമിഷം അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ധൈര്യം പ്രാപിച്ചു. തുടർന്ന് അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. അവർ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അത് സ്വന്തം ഭാഷയിലല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളുടെ സ്വന്തം മാതൃഭാഷകളിൽ അവർ സംസാരിക്കുകയായിരുന്നു. പത്രോസ് ധൈര്യപൂർവ്വം വാതിൽ തുറന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചു. പുറത്തുള്ള ജനങ്ങൾ ഇവരുടെ സംസാരം കേട്ട് വിസ്മയിച്ചു. ഇവർ ഇവിടെ വളർന്ന ഗലീലക്കാരല്ലേ? എങ്ങനെ ഇവർ നമ്മുടെ ഭാഷ സംസാരിക്കുന്നു? പേർഷ്യയിൽ നിന്നുള്ളവർ, ഈജിപ്തിൽ നിന്നുള്ളവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയവർ എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം സ്വന്തം നാട്ടുഭാഷയിൽ കേട്ടു. ചിലർ അത്ഭുതപ്പെട്ടു, ചിലർ ആശയക്കുഴപ്പത്തിലായി, ചിലർ പരിഹസിച്ചു. ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ അത് മദ്യത്തിൻ്റെ സ്വാധീനമല്ലായിരുന്നു, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. ഒരിക്കൽ ഒരു ദാസി പെൺകുട്ടിയുടെ മുന്നിൽ പോലും യേശുവിനെ നിഷേധിച്ച പത്രോസ് ഇപ്പോൾ ധൈര്യത്തോടെ ജനങ്ങളുടെ മുന്നിൽ നിന്നു. പത്രോസ് ഉറക്കെ പ്രസംഗിച്ചു, ഇത് പ്രവാചകനായ യോവേൽ പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ്. അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ പകരും. പത്രോസ് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ക്രൂശിക്കപ്പെട്ട യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിച്ചു. ജനങ്ങൾ ആഴത്തിൽ സ്പർശിക്കപ്പെട്ടു. അവർ ചോദിച്ചു, സഹോദരങ്ങളെ, ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. ആ ദിവസം ഏകദേശം 3000 പേർ സ്നാനം സ്വീകരിച്ചു. അതായിരുന്നു സഭയുടെ ആരംഭം.
ഭയന്ന് ഒളിച്ചിരുന്ന ചെറിയൊരു സംഘം ലോകത്തെ മാറ്റുന്ന ആത്മീയ പ്രസ്ഥാനമായി മാറി. അവർ പ്രാർത്ഥനയിൽ തുടർന്നു, ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, സ്നേഹത്തിൽ വളർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെ മാറ്റി. പെന്തക്കോസ്ത് ഒരു പഴയ ചരിത്ര സംഭവം മാത്രമല്ല, അത് ഇന്നും പ്രത്യാശയുടെ സന്ദേശമാണ്. ഭയമുള്ളവരെ ധൈര്യത്തിലേക്ക് നയിക്കുന്ന ശക്തി, തകർന്ന ഹൃദയങ്ങളെ പുതുക്കുന്ന സാന്നിധ്യം, ഒറ്റപ്പെട്ടവരെ ഒരുമിപ്പിക്കുന്ന സ്നേഹം, അതാണ് പരിശുദ്ധാത്മാവ്. ഇന്നും ദൈവം മനുഷ്യജീവിതങ്ങളെ സ്പർശിക്കുന്നു. ഇന്നും ദൈവം ഭയത്തെ വിശ്വാസമാക്കി മാറ്റുന്നു. ഇന്നും ദൈവം സാധാരണ മനുഷ്യരെ അസാധാരണ സാക്ഷികളാക്കുന്നു. ഒരിക്കൽ ഭയന്ന് വാതിലടച്ചിരുന്ന ആ ശിഷ്യന്മാർ പിന്നീട് ലോകത്തെ മാറ്റി. കാരണം അവർ ഒറ്റയ്ക്കായിരുന്നില്ല, പരിശുദ്ധാത്മാവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പെന്തക്കോസ്തിൻ്റെ തീ ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, വീണ്ടും വരേണമേ.